നീ എന്തോടെ വന്നിരിക്കുന്നത്? ഞാൻ വെറുതെ വന്നിരുന്ന അമ്മ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ആരും സംസാരിക്കാനും ഇല്ല. അമ്മേന്റെ ഷെൽഫില് ഞാൻ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, അതൊന്ന് അമ്മ എടുക്കണേ. പൈസയോ? എന്തിനുള്ള പൈസ? അത് ഞങ്ങളുടെ ചെലവിനുള്ള പൈസയാ. ഞാനിപ്പോ 1.5 മാസം കഴിഞ്ഞിലും ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ജോലിക്കും പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഇവിടെയും കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് അമ്മ എടുത്തു. നീ എന്താ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണോ? പൈസയും തന്നിട്ട് നിന്റെ അമ്മയമ്മ 4-5 പ്രാവശ്യമല്ലേ വിളിച്ചുകൊണ്ടിരിക്കണത്. അവരാണെങ്കിൽ അവന്റെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു. മോള് കുറച്ചും കൂടി ഇവിടെ ഇരുന്നിട്ട് പോകാൻ നോക്ക്. അല്ലാതെ മക്കളെയും കൊണ്ട് ഇങ്ങനെ എത്ര കാലം ഇരിക്കാന്ന് വെച്ചിട്ടാ? ഞാൻ അമ്മേനോട് ഈ കാര്യത്തെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞതല്ലേ. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ഒരാളപ്പൊ എനിക്ക് ഇനിയും താമസിക്കാൻ പറ്റില്ല. ഞാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാ. നിങ്ങൾക്കൊക്കെ ഞാൻ പിള്ളേരെ കൊണ്ട് ഇവിടെ നിൽക്കുന്ന അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അതിനുള്ള വഴി കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോ ജോലി ഉണ്ടല്ലോ, കുറച്ച് മാസം കൂടി എന്നെ സഹിച്ചാൽ മതി. ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറിക്കോളാം. അല്ലാതെ അയാളൊപ്പം ജീവിക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ല. അത് തന്നെ. മോളെ, നീ ഒരു ആവേശം എങ്ങനെയൊക്കെ പറയും. നമ്മുടെ നാടിനെ നാട്ടുകാരെ കുറിച്ച് ശരിക്കും നിനക്ക് അറിയാഞ്ഞിട്ടാ. ആ യശോദന്റെ മോളെ ഡൈവേഴ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയല്ലേ. ആ കുട്ടിക്ക് മര്യാദയ്ക്ക് ജോലിക്ക് പോകാൻ വഴിയുണ്ടാ? ഇവിടെ 10-200 ബസ് ഓടുന്നുണ്ടാ? ആപ്പടെ 3 ബസ്സല്ലേ ഉള്ളൂ. ദിവസം 7:30 ബസ്സിലായി കുട്ടി പോകുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ആ ബസ്സുകാരായിട്ട് ലോകിയാണെന്ന്. മര്യാദക്ക് ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ വഴിയുണ്ട? ആ കടക്കാരുമായിട്ട് ബന്ധമാണെന്ന്. നല്ല ഡ്രസ്സ് ഇടാൻ വഴിയുണ്ടോ? ആ കുട്ടി ഇപ്പൊ അവസാനം ജോലി നിർത്തി എത്ര കഷ്ടപ്പെടാതെ ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ ഗതി എനിക്ക് വരണമെന്നാണോ മോളെ പറയുന്നത്? എല്ലാ ആണുങ്ങളും നല്ലതാണോ? കുറെ ആൾക്കാർ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് പെണ്ണുങ്ങളിനെ അടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പെണ്ണുങ്ങളുടെ പോലെ പുറകെ പോകുന്ന എത്ര ആൾക്കാരുണ്ട്. കള്ളും കുടിച്ച് നടക്കുന്നവർ എത്രയുണ്ട്. കുടുംബം നോക്കത്തെ എത്രയുണ്ട്. പക്ഷെ എല്ലാം സഹിച്ചിട്ട് പെൺകുട്ടികൾ എന്താ പിടിച്ചു നിൽക്കുന്നത്? ഇവളുടെ ചീത്തപ്പേര് വരുത്തി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മോൾ ഒന്ന് പറഞ്ഞത് മനസ്സിലാക്ക്. കുറച്ചും കൂടി ഒന്ന് നോക്ക്. അവൻ എത്ര പ്രാവശ്യമായിപ്പോ അവൻ തെറ്റ് മനസ്സിലാക്കിയിട്ടല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മോള് പറയുന്ന പോലെ അവൻ കേൾക്കും. അവന്റെ വർത്തമാനത്തിൽ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അമ്മ പറയുന്നത് പോലെ അല്ല കാര്യങ്ങള്. ഞാനും കുട്ടികൾ ഉണ്ടാകുമ്പോഴാണ് വേറൊരു സ്ത്രീൻ്റെ ഒപ്പം പോയത്. അതും കല്യാണം കഴിഞ്ഞൊരു സ്ത്രീൻ്റെ ഒപ്പം. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത്? അങ്ങനെ ഒരാളൊപ്പം എനിക്ക് വിശ്വസിച്ച് പോകാൻ പറ്റില്ല. നിന്നോട് ഞാൻ എങ്ങനെയാ പറയാ മോളെ? അത് മാത്രമല്ല, ഇപ്പൊ അവനും ഭാര്യയും മക്കളുടെ വെക്കേഷൻ ആയതുകൊണ്ട് പുറത്തു പോയത് കൊണ്ട് ശരി. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് അവര് വരും. അവളുടെ മുഖം കൂടി എനിക്ക് കാണണോ? ഇപ്പൊ വിളിക്കുമ്പോ ഇതുവരെ നിന്റെ കാര്യമേ ചോദിച്ചിട്ടില്ല. ഞാനൊട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പൊ അവര് വന്നാലോ മോളെ? ആദ്യം നീ ഇവിടെ വരും പോകും, കുറച്ചു ദിവസം നിൽക്കും, ചിരിച്ചും കളിച്ചും അങ്ങനെ പോയി. നിന്റെ ഭർത്താവും ഉണ്ട് കൂടെ. ഇപ്പോഴങ്ങനെയാണോ? പുറത്തുനിന്ന് വന്നൊരു പെൺകുട്ടിയല്ലേ ഇവിടെ. നീ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് പറഞ്ഞ അത് അവൾക്ക് ഇഷ്ടപ്പെടുവോ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഭർത്താനം ഉണ്ടെങ്കിലോ ഞാനതിൽ ഇടപെടില്ലേ? പിന്നെ കുടുംബത്തിൽ പ്രശ്നം ആവില്ലേ? അതിന് കിടം വരുത്തണ മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാര്യത്തോടെ അടുക്കുമ്പോ ആങ്ങള പെങ്ങളെന്നൊന്നും ഉണ്ടാവില്ല. അവരവർക്ക് അവരുടെ കുടുംബം തന്നെയാണ് വലുത്. എല്ലാം തികഞ്ഞ ഭർത്താക്കന്മാർ ഒരാൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുക. ഇനി എന്ത് വേണം മോളെ ആലോചിക്കുക. അല്ലാണ്ടിപ്പോ ഞാൻ എന്ത് പറയാനാ? ഇന്നലെ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്ന തുരുതുരാന്ന് ഫോൺ കോള്. നീ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. നിനക്ക് തന്നെ സംസാരിച്ചൂടെ? അതിന് അത്രയ്ക്കും പ്രധാനപ്പെട്ട കോളൊന്നും അല്ല. അവരമ്മ വിളിച്ചോണ്ടിരിക്കുക വീട്ടിൽ നിന്ന്. മോന്റെ ജീവിതത്തിലെ ചീത്തപ്പേര് മാറാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ. അതന്നെ ഞാൻ പറഞ്ഞേ. നീ ആ ഫോൺ എടുത്ത് ആദ്യം സംസാരിക്കേ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാവല്ലോ. എത്രയെന്ന് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക? എന്തായാലും നിനക്ക് അങ്ങോട്ട് പോകണ്ടേ? ഇപ്പോഴാണെങ്കിൽ അവർ നിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ? അത് ശരി. ഏട്ടനും കൂടി ഇങ്ങനെ പറയുന്നത് ഇപ്പൊ തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സംസാരിച്ച കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്ക്, എന്നിട്ട് തിരിച്ചു പോകാൻ പറയാനൊക്കെ എളുപ്പാ. ഞാൻ എന്ത് സംസാരിച്ച് തീരുമാനിക്കണം എന്നാണ് ഏട്ടൻ പറയുന്നത്? എന്റെ ലൈഫിൽ നടന്ന കാര്യം ഏട്ടൻ ലൈഫിലാണെങ്കിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പോട്ടെ. ഞാനും ഇതുപോലെ കുടുംബത്തിനെയും കുട്ടികളെയും ഒക്കെ മറന്ന് വേറെ ഒരുത്തിനൊപ്പം പോയി തിരിച്ചു വന്നാല് അയാൾ എന്നെ സ്വീകരിക്കും. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാനാ? അത് ശരി. അപ്പൊ ഏട്ടൻ അതാണ് പേടി. ഏട്ടൻ പേടിക്കൊന്നും വേണ്ട. അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു 3-4 മാസം സമയം വേണം. അതിനുള്ളിൽ ഞാനൊരു വാടക വീട് കണ്ടുപിടിച്ചിട്ട് മക്കളെയും കൊണ്ട് മാറിക്കോളാം. ഞങ്ങൾക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടുണ്ട്.
ഇതെന്താ മോളെ ഇത്രയും നേരം? എന്ത് പറയാനാ അമ്മേ, 1/2 മണിക്കൂർ മുമ്പ് ആ തിരുവങ്ങൂര് വന്ന് ബസ് ഇറങ്ങിയതാ. നാട്ടുകാർ വിടണ്ടേ? ഇവിടെ മുഴുവനുള്ള ആൾക്കാർ എന്റെ പുറകെ ഇതുവരെ ഉണ്ടെന്ന് ഓരോന്ന് ചോദിച്ചോണ്ട്. ഞാനിപ്പോ വളരെ ഫേമസ് അവിടെ. രമ്യന്റെ ഏടത്തമ്മയാണല്ലോ. എന്റെ നാട്ടിൽ പോലും ഇല്ല എനിക്ക് ഇത്രയും പരിചയക്കാർ. എന്താ മോളെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോ അവളെ കുറിച്ച്? പിന്നെ ചോദിക്കാണ്ട് എന്തൊക്കെയാണ് ഈ നാട്ടുകാർക്ക് അറിയേണ്ടത്? അവള് തിരിച്ചു പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ, അതോ ഡിവോഴ്സ് ആയോ, അവളെ ഭർത്താവ് വിളിക്കുന്നുണ്ടോ? എന്റെ ദൈവമേ, മതിയായി സത്യം പറഞ്ഞ ഇവിടെ എത്തുമ്പോഴത്തേക്കും. മോളെ ഇനിയിപ്പോ അവൾ എന്തായാലും കുറച്ചു ദിവസം കഴിഞ്ഞ് പോകും. ഇതൊക്കെ ഒന്ന് അവളുടെ മനസ്സിന്ന് ഒരു വിഷമം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവളുടെ അമ്മായിയമ്മയും ഭർത്താവൊക്കെ ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തോ പോകുന്നു കണ്ടത് 1.5 മാസമായില്ലേ. ഈ പോക്ക് കണ്ടിട്ടേ തിരിച്ചു പോകുന്ന ലക്ഷണമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ ഞാൻ അവളോട് സത്യം പറഞ്ഞത് ഇതുവരെ അതിനെ കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകരുതല്ലോ. ശരിക്കും എന്താ പ്രശ്നം? തിരിച്ചു പോകാൻ മാത്രമുള്ള പ്രശ്നമേ ഉള്ളോ? ഏട്ടനോട് ചോദിച്ചിട്ട് അവനെ വിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് ഫോട്ടോ ഒക്കെ കണ്ടു, ശരി തന്നെയാണ്. അപ്പൊ അവന്റെ മനസ്സ് മാറിയെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ പ്ലാന്? ഇല്ല മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അവള് പോകണം തന്നെയാണ്. പിന്നെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പൊ ഏത് കുടുംബത്തിലാ ഇല്ലാത്തത്? അത്രേ ഉള്ളൂ. പിന്നെ അവളുടെ ചെറിയ എന്തെങ്കിലുമൊക്കെ മനസ്സിലെ പെൺകുട്ടികളല്ലേ, എന്തെങ്കിലും വിഷമം ഉണ്ടാകും. അത് കഴിഞ്ഞ് അവളങ്ങ് പോകും. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് ആ കുട്ടി എന്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ വല്ലാണ്ടായി മോനെ. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവള് വേറൊരു വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയല്ലേ. കല്യാണം കഴിച്ചു കൊടുത്ത നാത്ത് മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ അവൾക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഇല്ലമ്മേ, അവൾക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. അവളും ഈ കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രമ്യനോട് ചോദിച്ചപ്പോ അവൾ എന്നോട് പറഞ്ഞ 2-3 മാസം കഴിഞ്ഞാൽ വേറൊരു വാടക വീട്ടിലേക്ക് മാറുന്ന. ഇനിയിപ്പോ ഞാൻ ചോദിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നത്. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല പോകാൻ. നമ്മൾ എന്ത് ധൈര്യത്തിലാ മക്കളെ കൊണ്ട് അവന്റെ വീട്ടിലേക്ക് അയച്ചു വിടുക? വേറെ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാ. അതൊക്കെ എന്റെ മനസ്സിലുണ്ടമ്മേ. പക്ഷെ നമ്മൾ രണ്ടുപേരും സ്ട്രോങ് ആയിട്ട് അവളോട് പറഞ്ഞില്ലെങ്കിൽ അവള് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ തന്നെ നിൽക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് അവള് വേറെ വാടക വീട്ടിൽ പോവാണെങ്കിൽ അവിടെ എത്ര കാലം വെച്ചിട്ടാ തന്നെ ജീവിക്കുക? കുട്ടികളെയും കൊണ്ടൊക്കെ വേറെ വീട്ടിലിങ്ങനെ തന്നെ ഒരു പെണ്ണ് ജീവിക്കാന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയുന്നില്ലേ നമ്മുടെ നാടിനെ കുറിച്ച്. അക്ക് അത്ര സേഫ്റ്റി ആയിരിക്കും അവിടെ. ഇനിയിപ്പോ അത് മാത്രല്ല, നമ്മളെ വീട്ടിലൂടെ നിൽക്കാനൊക്കട്ടെ. സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ശ്രുതിക്ക് അവളോടൊരു കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ വല്ല ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രമ്യക്കും പ്രശ്നമാണ്, അവളെ കുട്ടിക്കും പ്രശ്നമാണ്, പിന്നെ ശ്രുതിക്കും അത് പ്രശ്നമായിട്ട് വരും. ഇതൊക്കെ കൂടെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോ അവന്റെ സ്വഭാവം വീണ്ടും മാറില്ല എന്ന് ആര് കണ്ട്? ആ പെണ്ണാണെങ്കിൽ ഡിവേഴ്സ് ആയിട്ട് നിൽക്കുക. ഈ രണ്ടും കൂടി പിന്നെ വിളിക്കുമ്പോൾ പറയലൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ മോൾ ആകെ വിഷമമാകില്ലേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മോനെ, എന്ത് ചെയ്യണം എന്നുള്ളത്. അവൾ ഇവിടെ നിർത്തി കഴിഞ്ഞാലോ നിന്റെ കുടുംബ ജീവിതത്തിനും ബാധിക്കില്ലേ? ഇല്ലടാ ഞാൻ എന്താ പറയണം മോനെ. അവള് ജോലിക്ക് പോയിട്ട് ഇപ്പൊ ഇത്ര നേരം കാണുന്നില്ല. കുഞ്ഞു കാര്യ ബസ് കിട്ടിയിട്ടുണ്ടാവില്ലേ എന്തോ. ഇല്ലടാ അപ്പൊ വരണ്ടടാ അമ്മ. എന്റെ പൊന്നെ കരയണ്ടടാ. ഇല്ലടാ ചേ. പെങ്ങളെ തിരിച്ചു പറഞ്ഞാൽ ഭയങ്കര തിരക്കായോ? എന്തായാലും അവൾ അങ്ങോട്ട് പോകണ്ടല്ലേ. ഇങ്ങനെ രണ്ടുപേരും കുറെ കാലം വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് തമ്മിൽ ഡിസ്റ്റൻസ് കൂടി വരും. നമ്മൾ എന്തിനാ അതിന് ഇട കൊടുക്കാൻ നിൽക്കുന്നത്? ഇപ്പൊ അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മുഷിച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് ശീലമായിക്കോളും. എന്ത് ശീലമായിക്കോളുന്നാ പറയുന്നത്? അവന്റെ ഈ ദുശീലങ്ങളോ? ഇന്നലെ അമ്മയും മോനും സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു. ഞാൻ എന്ത് വിചാരിക്കുന്നുള്ള വിഷമത്തിലാണോ അവളോട് തിരക്കിട്ട് ഇവിടുന്ന് പോകാൻ പറയുന്നത്? ഏയ് അതല്ല, സത്യം പറഞ്ഞ അതൊരു കാരണം തന്നെയാണ്. ഇപ്പൊ നമ്മളെല്ലാരും ഇവിടെ സ്മൂത്ത് ആയിട്ടാ പോകുന്നത്. അപ്പൊ ആ സ്നേഹബന്ധം അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇനിയിപ്പോ ഭാവിയിൽ നമ്മൾ മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്ക് തർക്കൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് അവക്കും മോശമാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളും ഇല്ല ഇവിടെ. അപ്പൊ അവര് വിഷമിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. നല്ല ഭർത്താവ്, ഇതാണോ നിങ്ങൾ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെങ്കിലും ഞാനും ഇത് തന്നെ ചെയ്യുള്ളായിരുന്നു. സത്യം പറഞ്ഞ നിങ്ങളുടെ പെങ്ങൾക്ക് ഇത്രയും തൻ്റെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അവളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഇങ്ങനൊരു സമയത്ത് നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ കൂടെ നിൽക്കുക?
നമ്മുടെ ജീവിതം സേഫ് ആകാനുള്ള തത്രപ്പാടില്ലേ അവളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടേണ്ട കാര്യമുണ്ടോ? ഒരു പെൺകുട്ടി ഒരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചു വിടുന്നു, അവക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത പ്രശ്നം എന്ന് വെച്ചിട്ട് നിന്നെ എന്തായാലും കല്യാണം കഴിച്ചു വിട്ടില്ലേ, അവൻ എങ്ങനെയാണെങ്കിലും നീ സഹിച്ചെന്നെ നിൽക്കണം, അത് നിന്റെ ജീവിതകാലം മുഴുവനും എന്ന് പറയുന്നതിൽ എന്ത് മനുഷ്യത്താണുള്ളത്? അവനല്ലേ ചീത്തപ്പേരുള്ളത്, ആ ചീത്തപ്പേര് അവള് കൂടി ചുമക്കണം. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളല്ലേ അവർക്കുള്ളത്, അവർക്ക് കൂടി നാളെ ദുഷ്പേര് വരില്ലേ? അത് അവൾ ആഗ്രഹിക്കുന്നില്ല, പിന്നെ നമ്മൾ എന്തിന്റെ പേരിലാണ് അവൾ അങ്ങോട്ടേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടുക? ഇത്രയും വലിയൊരു കുടുംബം ഉണ്ടായിട്ടും ആരും ഇല്ലാത്തവരെ പോലെ അവർ വാടക വീട്ടിൽ പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിനൊക്കെയല്ലേ നമ്മൾ ഇവിടെ ഉള്ളത്. അവരിവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞില്ലേ പെങ്ങൾക്കും കുട്ടികൾക്കും ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ല എന്ന്. ഈ സമയത്താണ് നിങ്ങളുടെ സ്നേഹവും സംരക്ഷണവും അവർക്ക് ആവശ്യം. അത് നൽകാൻ ശ്രമിക്കേ. അതാണ് ഒരു നല്ല ആങ്ങളെ ചെയ്യേണ്ടത്. ഇതുവരെ ഞാൻ അവളോട് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ അറിയാതെ പോലും അവളെ മനസ്സിലൊരു വിഷമം ഞാനായിട്ട് ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ നോക്കിക്കോളാം അവളെ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ. പിന്നെ അവളെ കുട്ടികളും നമ്മുടെ കുട്ടികളും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസം ഇതുവരെ തോന്നിയിട്ടില്ല. ഏട്ടാ, ഇവിടെ അടുത്തൊരു വാടക വീട് ശരിയായിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഞാനും കുട്ടികളും അങ്ങോട്ട് മാറും. വാടക വീട്ടിലേക്ക് പോകാനാണ്? നിനക്ക് ഇവിടെ എന്താ കുഴപ്പമുള്ളത്? ഞാനും അമ്മയും ശ്രുതി എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? ഇത് നിന്റെ വീടല്ലേ, അല്ലാണ്ട് വേറെ എവിടേക്കാ പോവാ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നിനക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളും മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നീ കുഞ്ഞുങ്ങളെയും കൂട്ടിയിട്ട് ഒരു വാടക വീട്ടിൽ ചെന്ന് താമസിക്കുകയാണെങ്കിൽ നിനക്ക് ആദ്യം തൊട്ട് എല്ലാം തുടങ്ങണ്ടേ? ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വാടക വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ ആങ്ങളെയാണ് അമ്മയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നില്ല, എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ടേ നീ എവിടേക്കും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അതന്നെയാണ് ഞാനും പറയുന്നത്. മോൾ എങ്ങോട്ടും പോകണ്ട, ഞങ്ങൾ എല്ലാവരും ഉണ്ട് കൂടെ.